ചെറുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി റെയിൽവേ നിർമ്മിക്കുന്നതിന്റെ അണ്ടർപാസിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയതായി സ്കൂൾ അധികൃതർ. 5 മുതൽ +2 വരെ കുട്ടികൾ പഠിക്കുന്ന ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന നീലകണ്ഠ ശർമ്മ ലോവർ പ്രൈമറി സ്കൂളിലെയും കുട്ടികൾക്ക് റെയിൽവേ ട്രാക്ക് മുറിച്ചു കടന്ന് സ്കൂളിലെത്തേണ്ട സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. LP സ്കൂളിലെ 3 വയസ്സ് മുതലുള്ള പ്രീ പ്രൈമറി കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ സ്കൂളിലെത്താൻ റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കണമെന്നത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഉള്ളിലെ വലിയ ആശങ്കയായിരുന്നു. റെയിൽവേ ട്രാക്കിന് കീഴിലെ അണ്ടർപാസ് യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ ഇതിന് വിരാമമാകുകയാണ്. സ്കൂളിലേക്കുള്ള ഈ വഴിയിൽ 3 വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ദാരുണ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സ്കൂളും PTA-യും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും ചേർന്ന് അണ്ടർപാസ് യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി പ്രവർത്തനം ആരംഭിച്ചത്. റെയിൽവേയും ഈ ആവശ്യത്തോട് അനുഭാവപൂർവമായ സമീപനം സ്വീകരിച്ചതോടെ 95.36 ലക്ഷം രൂപ ചെലവിൽ അണ്ടർപാസ് അനുവദിക്കപ്പെട്ടു. ഇന്ത്യയുടെ മെട്രോമാൻ E. ശ്രീധരൻ സൈറ്റ് സന്ദർശിക്കുകയും തടസ്സങ്ങൾ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങുകയും ചെയ്തത് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് ഏറെ സഹായകരമായി. റെയിൽവേയിൽ നിന്ന് വിരമിച്ച ചില ഉദ്യോഗസ്ഥരുടെ അകമഴിഞ്ഞ പിന്തുണയും ഇടപെടലും ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് സഹായിച്ചെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഇന്നത്തെ അവസ്ഥകളെ കുറിച്ചിട്ടാണ് ഒരു മീഡിയ കോൺഫറൻസ് വിളിക്കാൻ കാരണം. സ്കൂളിൻ്റെ പരിസ്ഥിതി വളരെ പ്രയാസമായിരുന്നു. കുട്ടികൾക്ക് നടന്നു പോകാനുള്ള വലിയൊരു പ്രയാസം റെയിൽവേയുടെ അടിപ്പാതയായിരുന്നു. ആ റെയിൽവേ അടിപ്പാത ഏറെക്കുറെ ഈ മാസം ലാസ്റ്റോടു കൂടി അതിൻ്റെ വർക്ക് ഏറെക്കുറെ തീരാറായി. ഈ മാസം ലാസ്റ്റോടു കൂടി അത് ഓപ്പൺ ആവുമെന്നാണ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വർക്കർമാർ നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ വർക്ക് അതുമായിട്ട് തീരും. സ്കൂളിലെ മറ്റു കാര്യങ്ങളും സൗകര്യങ്ങളും അതുപോലെ തന്നെ പുതിയ കെട്ടിടങ്ങളും എല്ലാ സൗകര്യങ്ങളും ഇന്നത്തെ കാലത്ത് ഇന്നത്തെ അവസ്ഥക്ക് നല്ല കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സാങ്കേതിക സൗകര്യങ്ങളൊക്കെ ഒന്ന് ഓറിയന്റൽ ഹൈസ്കൂൾ സജ്ജമാണ്. അതുപോലെ തന്നെ സ്കൂളിൻ്റെ പ്രധാനമായിട്ടുള്ളത് സബ്ജക്റ്റ് മലയാളമായിട്ട് പുതിയ ഒരു സബ്ജക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് മുമ്പ് മലയാളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മലയാളം കൂടി പഠിക്കാനുള്ള സൗകര്യം കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പുതുതായി വന്ന് SBC ലിറ്റിൽ കേസ് അങ്ങനെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ടൈമിലും ഈ കാര്യങ്ങളൊക്കെ സ്കൂളിൻ്റെ വികസനമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ റെയിൽവേ അടിപ്പാതയുമായിട്ട് കുറേ ജനപ്രതിനിധികൾ അതുപോലെ തന്നെ നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ സാറ് അതുപോലെ തന്നെ MP MLA പഞ്ചായത്ത് എല്ലാ ആളുകളും അതുമായിട്ട് ആ ഒരു കാര്യം അവിടെ വരാൻ വേണ്ടി സഹകരിച്ചിട്ടുണ്ട്. അവർക്ക് പ്രത്യേകമായിട്ട് ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിനു മുമ്പായി പദ്ധതി പൂർത്തിയാകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ടെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ നാരായണൻകുട്ടി, PTA പ്രസിഡന്റ് മൊയ്തീൻകുട്ടി, PTA വൈസ് പ്രസിഡന്റ് സുകുമാരൻ, HM ഇൻചാർജ് നിഷാദ് TK, സ്റ്റാഫ് സെക്രട്ടറി VT സൈനുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം.